മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുഖം ചുളിച്ച് സങ്കടപ്പെട്ട് പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നവരെ നിങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഗാനയിലെ സ്ഥിതി അങ്ങനെയൊന്നുമല്ല. ഗാനക്കാരോട് മരണത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ നിങ്ങളോട് ചിരിച്ചുകൊണ്ട് പറയും, മരണത്തെ ഞങ്ങൾ കളർഫുൾ ആക്കും. അവിടെ മരണം എന്നത് വെറും വിടപറയലല്ല, മറിച്ച് ജീവിതത്തിന്റെ അവസാന പാർട്ടിയാണ്. അത് കളർഫുള്ളാക്കിയാൽ മാത്രമേ അവർക്ക് ഒരു സമാധാനം കിട്ടൂ. അതിനായി അവർ ഉപയോഗിക്കുന്ന ശവപ്പെട്ടികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാവുകയാണ്. ഫാന്റസി കഫീൻ എന്ന് പേരിട്ട അവരുടെ ശവപ്പെട്ടികൾ കണ്ടാൽ ഇതൊക്കെ ശവപ്പെട്ടിയാണോ അതോ വല്ല ആർട്ട് എക്സിബിഷൻ ആണോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു പോകും. കറുപ്പും വെളുപ്പും ഇട്ട് സീരിയസ് ആയി ഡിസൈനുകളൊന്നും ഇവിടെ പ്രതീക്ഷിക്കരുത്. മീനിന്റെ രൂപം, പൈനാപ്പിളിന്റെ രൂപം, വിമാനം പോലെ പറക്കുന്ന ശവപ്പെട്ടി, മരിച്ച വ്യക്തിയുടെ ജോലിയായിരുന്ന ടാക്സിയുടെ അതേപോലുള്ള ശവപ്പെട്ടി, അങ്ങനെ പോകുന്നു അവരുടെ കളർഫുൾ ഐഡിയകൾ. ഒരാളുടെ ജീവിതവും സ്വപ്നങ്ങളും ഒരു കലാസൃഷ്ടിയാക്കി മാറ്റി മരിച്ചയാൾ ആരായിരുന്നുവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഈ രീതി ശരിക്കും രസകരമാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഗാനയുടെ ഫാന്റസി കഫീനുകൾ വെറും സംസ്കാരത്തിന്റെ ഭാഗമല്ല. മരണം എന്നത് അത്ര സീരിയസ് ആയി കാണേണ്ട ഒന്നല്ല എന്നും അതിനെ കളറും ക്രിയേറ്റിവിറ്റിയും തമാശയും ചേർത്ത് ആഘോഷിക്കാമെന്നും ഈ കലാരൂപം ലോകത്തിന് കാണിച്ചു തരുന്നു. ഗാനയിലെ ആക്ര എന്ന ഈ പ്രദേശത്ത് ഉടലെടുക്കുന്ന ഈ കലാരൂപം ഇന്ന് ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ്. മത്സ്യ വ്യാപാരിക്ക് മീനിന്റെ രൂപത്തിലുള്ള ശവപ്പെട്ടി, കർഷകന് പൈനാപ്പിളിന്റെ രൂപത്തിലുള്ള ശവപ്പെട്ടി, ഡ്രൈവർക്ക് ലോറിയുടെ രൂപത്തിലുള്ള ശവപ്പെട്ടി എന്നിങ്ങനെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ ഈ ശവപ്പെട്ടികൾ ഓർമ്മിപ്പിക്കുന്നു. വിഖ്യാത ഫോട്ടോഗ്രാഫറായ റെഗുലർ ടിഷ്മിയുടെ ചിത്രങ്ങളിലൂടെ ഈ കലാരൂപം ലോകമറിഞ്ഞു. മത്സ്യ കച്ചവടക്കാരനോടുള്ള ആദര സൂചകമായി നിർമ്മിച്ച മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള ശവപ്പെട്ടി, ഗ്രാമങ്ങളിലേക്ക് തക്കാളി കൊണ്ടുപോകുന്ന ഡ്രൈവറെ ഓർമ്മിപ്പിക്കുന്ന തക്കാളിയുടെ ആകൃതിയിലുള്ള ശവപ്പെട്ടി, കൂടാതെ ബെഡ്ഫോർഡ് ട്രക്കിന്റെ രൂപത്തിലുള്ള ശവപ്പെട്ടി എന്നിവയെല്ലാം ഈ കലയുടെ വൈവിധ്യം വെളിവാക്കുന്നതാണ്. ഫാന്റസി കഫീനുകൾ വെറും ശവപ്പെട്ടികൾ മാത്രമല്ല, അവ ഓരോ വ്യക്തിയുടെയും ജീവിത കഥയുടെ കലാപരമായ ആവിഷ്കാരം കൂടിയാണ്. ഗാനയിലെ ശവപ്പെട്ടി നിർമ്മാണശാലകളിൽ ക്യാനെ ക്വയന്റെ നേതൃത്വത്തിൽ ഈ കലാരൂപം വളർന്നു വന്നു. പാജോ പിറവ്യ, ഡാനിയൽ മെൻസ, കൂഡെഡിയോ അഹുത്യു, എറിക് അഡ്ജന്റെ അണങ് എന്നിവരെ പോലുള്ള കലാകാരന്മാർ ഈ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ കലാസൃഷ്ടികൾ വെറും ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അവ പാരീസിലെ മുസേഫ് നാഷണൽ ഡി ആർട്ട് മോഡേൺ, ബ്രിട്ടീഷ് മ്യൂസിയം, ബ്രൂക്ലിയൻ മ്യൂസിയം, റോയൽ ഒന്റേറിയോ മ്യൂസിയം, ബോസ്റ്റൺ MFA തുടങ്ങിയ ലോക പ്രശസ്ത മ്യൂസിയങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും അന്താരാഷ്ട്ര അംഗീകാരം നേടുകയും ചെയ്തിട്ടുണ്ട്. ഗാനയിലെ ഈ ശവപ്പെട്ടികൾ മരണത്തെക്കുറിച്ചുള്ള സാധാരണ കാഴ്ചപ്പാടുകളെ വെല്ലുവിളിക്കുകയാണ്. അവ മരണത്തിന്റെ വേദനയെ ലഘൂകരിക്കുന്ന ഒരുതരം കലാപ്രകടനമാണ്. അബൈബു അദേക്ക എന്നറിയപ്പെടുന്ന ഈ ശവപ്പെട്ടികൾ മരിച്ചവരുടെ സ്വപ്നങ്ങളും വ്യത്യസ്തതകളും ഒരുമിപ്പിക്കുന്നു. ഈ കലാരൂപം ഗാനയുടെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തെയും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയും പ്രതിഫലിപ്പിക്കുന്നു. ലോകം മുഴുവൻ മരണത്തെ ദുഃഖത്തിന്റെയും വേർപാടിന്റെയും പ്രതീകമായി കാണുമ്പോൾ ഗാനയിലെ ഫാന്റസി കഫീനുകൾ നമ്മളോട് പറയുന്നത് മരണം ഒരു ആഘോഷമാക്കണമെന്നാണ്. ഈ അതുല്യമായ കലാരൂപം ജീവിതത്തിന്റെ അവസാനവും കലയും ഓർമ്മകളും ഒത്തുചേരുന്ന ഒരു അത്ഭുതമാണ്. ഓരോ ശവപ്പെട്ടിയും മരിച്ച വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കഥയായി മാറുന്നു. ഇത് വെറും ഒരു ശവപ്പെട്ടി മാത്രമല്ല, ആ ജീവിതത്തിനുള്ള ഒരു ആദരവ് കൂടിയാണ്.